ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിൽ വന്നിരിക്കുന്ന കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ലഭിച്ചതിന് ശേഷം നമ്മൾക്ക് മുമ്പ് ലഭിച്ചതിനേക്കാൾ ഒരുപാട് ഏണിങ്സ് ഡൗൺ ആയിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഏണിങ്സ് ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ളത്. അത് ആരെങ്കിലും ഒരാളുടെ മാത്രമല്ല, വേൾഡ് വൈഡായിട്ട് മൊത്തത്തിൽ ഏണിങ്സ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് അത്ര ഏണിങ്സ് ഡൗൺ ആയിട്ടൊന്നുമില്ല, എന്നാലും കുറേ ഒരു 30-40% മുമ്പത്തേതിനേക്കാളും കുറവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് മുമ്പൊക്കെ ഇവിടെ ആയിരുന്നു മൊത്തത്തിലുള്ള ഏണിങ്സ് നമുക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാങ്ക് ആയിട്ടാണെന്നുള്ളത് കണ്ട. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് ഇതിൽ ഏണിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഇവിടെ മോണിറ്റൈസേഷൻ സെക്ഷനിൽ പോയിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതാ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ള ടൂള് കാണാൻ സാധിക്കും. ഈ ടൂള് ലഭിച്ചവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ടൂള് ലഭിക്കാത്തവരുടെ അല്ല. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സി ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും റീൽസിൻ്റെ എമൗണ്ട് ഇവിടെ സെപ്പറേറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിൻ്റെ സ്റ്റോറീസിൻ്റെ സെപ്പറേറ്റ് കാണുന്നുണ്ട്, വീഡിയോസിൻ്റെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ സി ഓളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോക്കും എത്രയാണ് ഏണിങ്സ് ലഭിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സി ഓളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഞാൻ കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റീൽസാണ്. ഈ റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് മാർച്ച് 11. എനിക്ക് മാർച്ച് 15 ശേഷമാണ് ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാർച്ച് 11 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റീലാണ്. അതിന് എനിക്ക് കിട്ടിയത് ഒരു 13,81,995 വ്യൂസാണ്. അതായത് 1,000,000 3,81,995 വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏണിങ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതവിടെ ഏണിങ്സ് $16.92 എനിക്കവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാർച്ച് 15 ശേഷം നമുക്ക് ലഭിക്കുന്ന ഏണിങ്സ് ഞാൻ കാണിച്ചുതരാം. മാർച്ച് 15 ശേഷം ലഭിക്കുന്ന ഏണിങ്സ് അതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. മാർച്ച് 19 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണിത്. അപ്പോൾ അതിന് ഏകദേശം 3,531 വ്യൂസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് ലഭിച്ചിരുന്നത് വെറും $2 എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. അതായത് $1,00,000 $1 പോലും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മുമ്പൊക്കെ 1,00,000 വ്യൂസിന് നമുക്ക് ഒരു $1.20 ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥിതിക്ക് ഇപ്പോൾ നിലവിൽ $1 ലഭിക്കുന്നില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു വ്യത്യാസം വന്നിട്ട്, ചെറിയ രീതിയിൽ ഒരു 30-40% കുറവ് വന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ എല്ലാവരും പലർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പം എല്ലാവർക്കും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനും നിലവിൽ ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ റീൽസിൽ നമ്മൾക്ക് ഏണിങ്സ് ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ഫോട്ടോസിൽ ബോണസിലൊക്കെ അതുപോലെ തന്നെ സ്റ്റോറീസ് ടെക്സ്റ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന പെർഫോമൻസ് ബോണസ് കുറച്ച് ഇൻക്രീസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഇതിപ്പോൾ സി ഓളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ടോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഫോട്ടോസാണ്. ഈ ഫോട്ടോയ്ക്ക് എനിക്ക് 32,434 വ്യൂസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോയ്ക്ക്. അപ്പോൾ അതിന് കിട്ടിയ ഏണിങ്സ് നോക്ക്, അതിന് $36.36 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് $1,000 വ്യൂസിന് $1.1 മുകളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ വേറൊരു ഫോട്ടോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊന്നുമല്ല, ഞാൻ എനിക്ക് കിട്ടിയ ഫോട്ടോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തതാണ്. നമ്മൾ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിന് അതിനേക്കാളും കൂടുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഉദാഹരണ സഹിതം ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്, ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്തിരുന്നൊരു ഫോട്ടോ ആണ് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ. അതിന് വെറും വ്യൂസ് നോക്ക്, അതിന് 8,635 വ്യൂസാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഏണിങ്സ് നിങ്ങൾ നോക്ക്, $0.34 ഉണ്ട്. അതായത് ഒരു $4.4 അടുത്തോളം നമുക്ക് 1,000 വ്യൂസിൻ്റെ
അടുത്ത് വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് റീൽസിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഫോട്ടോസിൽ ടെക്സ്റ്റിൽ അതായത് ബോണസിൻ്റെ എമൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറിക്ക് നമ്മൾക്ക് എമൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ പോയി കഴിഞ്ഞാലും വേറൊന്നിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് വീഡിയോസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏണിങ്സ് നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ വ്യൂസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏണിങ്സൊക്കെ കുറഞ്ഞെന്ന് കരുതും ആരും ഡിമോട്ടിവേറ്റ് ആവരുത്. ഇനിയും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചിലപ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുമായിരിക്കും. നിലവിൽ ബേറ്റ വേർഷനിലാണ്, ടെസ്റ്റിംഗ് മോഡിലാണ്. ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ വ്യൂസൊക്കെ കുറഞ്ഞിട്ടുള്ളത്. അപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.